SYS കായംകുളം സോണിന്റെ ആഭിമുഖ്യത്തിലുള്ള ജലമാണ് ജീവൻ ക്യാമ്പയിന് തുടക്കമായി. ക്യാമ്പയിന്റെ ഭാഗമായി എല്ലാ അംഗങ്ങളുടെയും വീടുകളിൽ പക്ഷികൾക്കായി തണ്ണീർക്കുടം സ്ഥാപിക്കും. SYS കായംകുളം സോണിന്റെ ആഭിമുഖ്യത്തിൽ ജലമാണ് ജീവൻ എന്ന ക്യാമ്പയിന് തുടക്കമായി. ക്യാമ്പയിന്റെ ഭാഗമായി എല്ലാ അംഗങ്ങളുടെയും വീടുകളിൽ പക്ഷികൾക്കായി തണ്ണീർക്കുടം സ്ഥാപിക്കും. വഴിയാത്രക്കാർക്കായി യൂണിറ്റ് കേന്ദ്രങ്ങളിൽ തണ്ണീർപന്തൽ ഒരുക്കി കുടിവെള്ളം വിതരണം ചെയ്യും. സർക്കിൾ കേന്ദ്രങ്ങളിൽ ജലലഭ്യതയെക്കുറിച്ചും കുടിവെള്ളം പാഴാക്കാതിരിക്കാൻ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചും ബോധവൽക്കരണവും സംഘടിപ്പിക്കും. ക്യാമ്പയിന്റെ കായംകുളം സോൺ തല ഉദ്ഘാടനം കായംകുളം നഗരസഭാ പ്രതിപക്ഷ നേതാവ് SK നിർവഹിച്ചു. SYS കായംകുളം സോണിൻ്റെ നേതൃത്വത്തിൽ ഈ കൊടും വേനലിനെ അതിജീവിക്കുന്നതിന് വേണ്ടി കായംകുളം സോണിൻ്റെ നേതൃത്വത്തിൽ ഓച്ചിറ മുതൽ കരിയിലക്കുളങ്ങര വരെയും അതുപോലെ തന്നെ കണ്ടല്ലൂർ മുതൽ ഭരണിക്കാവ് പഞ്ചായത്ത് വരെയുമുള്ള 30 യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ മാർച്ച് മാസം 31 മുതൽ ഏപ്രിൽ 30 വരെയുള്ള ഒരു മാസക്കാലം വലിയ ക്യാമ്പയിനാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കായംകുളം നഗരസഭാ അങ്കണത്തിൽ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തതിന് ശേഷം ഈ വരുന്ന 30 ദിവസക്കാലം ഈ കൊടും വേനലിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ, റെയിൽവേ സ്റ്റേഷനുകളിൽ, ബസ് സ്റ്റാൻഡുകളിൽ, സ്കൂളുകളുടെ പരിസരങ്ങളിൽ, എന്തിനേറെ പറയുന്നു പോളിംഗ് ബൂത്തുകളിൽ പോലും ഈ ഇത്തരത്തിലുള്ള ക്യാമ്പയിൻ ജലമാണ് ജീവൻ എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി തണ്ണീർ പന്തൽ ഒരുക്കുകയാണ്. SYSൻ്റെ നിരവധി പരിപാടികളിൽ മുമ്പും പങ്കാളിയാകാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ശ്രദ്ധേയമായ പരിപാടികൾ ഏറ്റെടുത്തുകൊണ്ട് വർത്തമാനകാല പ്രതിസന്ധികളെ അതിജീവിക്കുന്നതിനുള്ള SYSൻ്റെ ഇത്തരത്തിലുള്ള ഇടപെടലിനെ ശ്ലാഘിക്കാതിരിക്കാൻ കഴിയില്ല. ഇപ്പം ഏറ്റവും നല്ല ഒരു പരിപാടിയാണ്. മനുഷ്യന് അല്ലെങ്കിൽ ജീവജാലങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും അത്യന്താപേക്ഷിതം ശുദ്ധവായു പോലെ തന്നെ ശുദ്ധജലമാണ്. അതിന് ഏറ്റെടുത്ത SYSൻ്റെ കായംകുളം സോണിനെ അഭിനന്ദിച്ചുകൊണ്ട് ഈ പ്രവർത്തനത്തിന് എല്ലാ ഭാവുകങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. വേനൽ അധികമായ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ജലമാണ് ജീവൻ എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് വഴിയാത്രക്കാർക്ക് തണ്ണീർ പന്തലൊരുക്കി കുടിവെള്ളം നൽകുന്ന, ദാഹജലം നൽകുന്ന ഒരു സുത്യർഹമായ പദ്ധതിയാണ് SYS സാന്ത്വനത്തിൻ്റെയും സാമൂഹ്യത്തിൻ്റെയും കീഴിൽ നടന്നു വരുന്നത്. ഇതോടൊപ്പം തന്നെ മുഴുവൻ പ്രവർത്തകരുടെയും വീടുകളിൽ പക്ഷികൾക്കും പറവകൾക്കുമായി തണ്ണീർക്കുടം സ്ഥാപിച്ച് എല്ലാ ദിവസവും അവിടെ എത്തുന്ന പക്ഷികൾക്ക് വെള്ളം കുടിക്കാനുള്ള സൗകര്യമൊരുക്കുകയും. പ്രമുഖ വ്യാപാരി ജനതാ ജംസ് അബു പങ്കെടുത്തു. SYS സോൺ പ്രസിഡന്റ് ഇമാമുദ്ദീൻ സഖാഫി അധ്യക്ഷനായി. അനസ് അജുവ സ്വാഗതവും അനീസ് അബ്ദുൽ ലത്തീഫ് നന്ദിയും പറഞ്ഞു. സോൺ ഭാരവാഹികളായ നിസാമുദ്ദീൻ സഖാഫി, നുജ്മുദ്ദീൻ അംജദി, സക്കീർ ഹുസൈൻ, കേരള മുസ്ലിം ജമാഅത്ത് നേതാവ് ഷംസുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. CDNet ന്യൂസ് കായംകുളം.